السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. فصل في الحضانة. കുഞ്ഞുങ്ങളുടെ പരിചരണത്തിനാണ് ഹിളാനത്ത് എന്ന് പറയാം. ഹിളിന് എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ, ചെറിയ മക്കളൊക്കെ ഒക്കത്ത് കെട്ടൂലേ, ഒക്കത്ത് കെട്ടുക എന്നറിയില്ലേ, എന്നാണ് ഹിളിന് എന്ന് പറയാം. ശരീരത്തിൻ്റെ വലത്തോ ഇടത്തോ ഒക്കെ ഭാഗം. സാധാരണ കുട്ടികൾ അങ്ങനെയാണല്ലോ ഉമ്മാരെടുക്കൽ. ഇവിടെ ഉദ്ദേശിക്കുന്നത് തർബിയത്തു മൻ ലാ യസ്തഖില്ലു ഇല തമീസി, വകതിരിവ് ആകുന്നത് വരെ കുട്ടി സ്വയം കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത കുട്ടിയെ പോറ്റി വളർത്തുക എന്നാണ്. തർബിയത്തു മൻ, ഒരു കുട്ടിയെ പോറ്റി വളർത്തുക. എങ്ങനത്തെ കുട്ടി? ലാ യസ്തഖില്ലു, കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഇസ്തഖല്ല, ഒന്നിക്കൽ ഭ്രാന്താണ്, അല്ലെങ്കിൽ കുട്ടിയാണ്, അല്ലെങ്കിൽ വകതിരിവ് കുറവാണ്. ചിലപ്പം വലിയ കുട്ടികളായിരിക്കാം, മന്ദബുദ്ധി കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം, കുളിപ്പിക്കൽ, ഉറക്കൽ, വാർന്നൊടുക്കൽ, അടിസ്ഥാനപരമായി പെൺകുട്ടികളാണ്, സ്ത്രീകളാണ് ഇതിന് ഏറ്റവും നല്ലത്. അവർക്കാണ് കൂടുതൽ ക്ഷമ ഉണ്ടാവുക, സ്നേഹവും ഉണ്ടാവുക. ഈ വകതിരിവാകുന്നത് വരെ പറയും. പിന്നെ കഫാലത്ത് എന്ന് പറയാം, പ്രായപൂർത്തിയാകുന്നവരെ കഫാലത്ത്. ഇതിൻ്റെ ചിലവെടുക്കേണ്ടത് ശരിക്കും കുട്ടിക്ക് സ്വത്തുണ്ടെങ്കിൽ, ഈ പരിചരിക്കപ്പെടുന്ന കുട്ടിക്ക് ചിലവുണ്ടെങ്കിൽ ആ കുട്ടി തന്നെയാണ് ചെയ്യുക. ആ കുട്ടീൻ്റെ സ്വത്ത് നിന്നാണ്, അല്ലെങ്കിൽ പിന്നെ വാപ്പ, പിന്നെ അമ്മ, പിന്നെ മുസ്ലിമീങ്ങളുടെ പൊതു ഫണ്ടിൽ നിന്നൊക്കെയാണ് ചെയ്യേണ്ടത്. കുട്ടിക്ക് സ്വത്തുണ്ടെങ്കിൽ കുട്ടീൻ്റെ സ്വത്ത് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ തർബിയത്തു മൻ ലാ യസ്തഖില്ലു ഇല തമീസി, ഈ ഹളാനത്ത് ഏറ്റവും ഔല, നല്ലത് ഉമ്മയാണ്. എങ്ങനത്തെ ഉമ്മ? ലം തതസബ്ബജ് ബിആഖറ, മറ്റൊരാൾക്ക് വിവാഹിതയായിട്ടില്ലാത്ത ഉമ്മ. തലാക്കില്ല, മറ്റ് വിവാഹിതയാവുമല്ലോ, അപ്പോൾ പിന്നെ ആ ഉമ്മാക്ക് കുട്ടിനെ നോക്കാൻ കഴിയില്ല. ഫ ഉമ്മഹാത്തുഹ, പിന്നെ ഉമ്മാൻ്റെ ഉമ്മമാരാണ്. വൈൻ അലത്ത്, അതെത്ര മുകളിലോട്ട് പടി കടന്നു പോയാൽ ഉമ്മാൻ്റെ ഉമ്മയൊക്കെ, അവരൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഫ അബുൻ, ഉപ്പയാണ്. പിന്നെ ഉപ്പയാണ് ചെയ്യേണ്ടത്. ഉമ്മ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മാരില്ലെങ്കിൽ, അവരൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഉമ്മയാണ് ചെയ്യേണ്ടത്. ഉമ്മയും ഉപ്പയും കൂടെയൊക്കെ ഉണ്ടാകുമ്പോൾ വിഷയമായി പറയുന്നത്. അതിൻ്റെ വിശദീകരണം വരുന്നുണ്ട്. ഇത് പ്രധാനപ്പെട്ടൊരു പാഠാണ്. ഇപ്പോൾ ഉമ്മഹാത്ത്, പിന്നെ ഉപ്പാൻ്റെ ഉമ്മമാരാണ്. ഉപ്പ കഴിഞ്ഞ ഉപ്പാൻ്റെ ഉമ്മമാരാണ്. വിശദീകരണം വരുന്നുണ്ട്. ഫ ഉഖ്തുൻ, പിന്നെ ഈ കുട്ടീൻ്റെ സഹോദരിമാരല്ലേ, ജ്യേഷ്ഠത്തി, അനിയത്തിമാർ, വലിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഫ ഖാലത്തിൻ, പിന്നെ ഉമ്മാൻ്റെ സഹോദരിമാരാണ്, കുട്ടീൻ്റെ ഉമ്മാൻ്റെ സഹോദരിമാർ. ഫ ബിന്തു ഉഖ്തിൻ, അത് കഴിഞ്ഞാൽ പിന്നെ സഹോദരിയുടെ, ജ്യേഷ്ഠാനിയത്തിമാരുടെ മകളാണ്. ഫ ബിന്തു അഹിൻ, അത് കഴിഞ്ഞാൽ പിന്നെ ജ്യേഷ്ഠാനിയന്മാരുടെ മകളാണ്. ഫ അമ്മത്തുൻ, പിന്നെ ഉപ്പാൻ്റെ സഹോദരിമാരാണ്. അമ്മായികൾ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. ഇനി മറ്റൊരു ചർച്ച, ഭാര്യയും ഭർത്താവും തമ്മിൽ വിവാഹം മോചനം നടത്തിയാൽ ഈ കുട്ടി ആരെടുത്താണ് നിൽക്കേണ്ടത് എന്നുള്ളതാണ്. ഏത് വകതിരിവാകുന്നത് വരെയുള്ളതിനേക്കാണ് ഹളാനത്ത് വന്നത്. അതാരാ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ പറഞ്ഞു. നമ്മൾ വിവാഹബന്ധം ഏർപ്പെട്ടാലില്ലെങ്കിലൊക്കെ ആരാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി വകതിരിവായിക്കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടി ആരെടുത്താണ് നിൽക്കേണ്ടത്? കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമല്ലോ.
വൽ മുമയ്യിസു വകതിരിവായ കുട്ടി ഇനിഫ്തറഖ അബവാഹു മിനൻ നിക്കാഹി, മാതാപിതാക്കളുടെ വിവാഹബന്ധം വേർപ്പെട്ടാൽ പിരിഞ്ഞാൽ, കാന ഇന്ദ മൻ ഇഖ്താറഹു മിൻഹുമ, ഈ കുട്ടി ആരെയാണോ തിരഞ്ഞെടുക്കുന്നത്, ഉപ്പയാണെങ്കിൽ ഉമ്മ, ഉമ്മയാണെങ്കിൽ ഉമ്മ, അവരെടുത്താണ് നിൽക്കുക. അപ്പോൾ കുട്ടി ഉപ്പാൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടി തിരഞ്ഞെടുത്താൽ എന്ത് ചെയ്യും? ഈ കുട്ടി ആൺകുട്ടിയാവാം പെൺകുട്ടിയാകാം. പെൺകുട്ടി ആയതുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് വിടുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് പോകണ്ട എന്ന് പറയാൻ പറ്റും. പെൺകുട്ടിയല്ലേ, ഉമ്മ വേണമെങ്കിൽ ഇവിടെ വന്ന് കണ്ടോട്ടെ. വലി അബിൻ ഉഖ്തീറ, ഈ കുട്ടി തിരഞ്ഞെടുത്തത് ഉപ്പയാണെങ്കിൽ ഈ ഉപ്പാക്കുണ്ട് മൻഉൽ ഉൻസ, പെൺകുട്ടിയെ തടയാം. ലതക്കരി, ആൺകുട്ടിനെ തടയാൻ പറ്റൂല. സിയാറത്തിലും ഉമ്മാനെ പോയിട്ട് അങ്ങോട്ട് പോയി കാണുന്നത് തടയാം. അതേസമയത്ത് വല തുമ്നാവുൽ ഉമ്മു അൻ സിയാറത്തിഹിമ, ഉമ്മാനെ തടയാൻ പറ്റൂല. അൻ സിയാറത്തിഹിമ, ആൺകുട്ടിയാലും പെൺകുട്ടിയാലും ഇങ്ങോട്ട് വന്ന് കാണുന്നത് തടയാൻ പറ്റൂല. അനല്ലാത്തി പതിവ് പോലെയുള്ള സന്ദർശനം തടയാൻ പറ്റൂല. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ്. ഉമ്മാക്ക് കാണിച്ചു കൊടുക്കില്ല, ഉപ്പാക്ക് കാണിച്ചു കൊടുക്കില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്നും പറ്റൂല. വലുമ്മു ഔലാബി തംരീലിഹിമ ഇന്ദല്ലബി ഇന്ദഹിയ ഇല്ല ഫ ഇന്ദഹ, ഏതായാലും ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇവരെ പരിചരണം നൽകാൻ ഏറ്റവും നല്ലതാരാണ്? ഉമ്മയാണ്. ഇന്ദല്ലബി, പിതാവിൻ്റെ അടുക്കൽ. ഇന്ദഹിയ, പിതാവ് സമ്മതിക്കുകയാണെങ്കിൽ. ഇല്ല ഫ ഇന്ദഹുമ, അങ്ങനെയല്ലെങ്കിൽ ഇന്ദഹ, ഉമ്മാൻ്റെ അടുക്കൽ വെച്ചിട്ട്. തംരീദ് എന്ന് പറഞ്ഞാൽ രോഗം മറന്നു പോകുന്നതാണല്ലോ. അപ്പോൾ രോഗം മറ്റുമൊക്കെ വരുമ്പോൾ ഉപ്പാൻ്റെ അടുത്ത് വെച്ചിട്ട് ഉമ്മ പരിചരിക്കുക എന്നുള്ളതാണ് നല്ലത്. ഉപ്പാക്ക് തൃപ്തിയാണെങ്കിൽ. വല്ലുമ്മ ഔലാബി തംരീദിഹിം, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആ കുട്ടിയെ തംരീദ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഉമ്മയാണ്, പിതാവിൻ്റെ അടുക്കലാണ് നല്ലത്. ഇന്ദഹിയ, വാപ്പ തൃപ്തിപ്പെടുകയാണെങ്കിൽ. ഇല്ല ഫ ഇന്ദഹുമ, പിതാവ് തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ ഫ ഇന്ദഹ, പിന്നെ ഉമ്മാൻ്റെ അടുക്കലാണ് ഏറ്റവും നല്ലത്. ഇനി ഉപ്പാനെ പെൺകുട്ടി തിരഞ്ഞെടുത്ത വിഷയം പറഞ്ഞു. പെൺകുട്ടി പറഞ്ഞ ഉപ്പാൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇനി ആൺകുട്ടി പറഞ്ഞ ഉപ്പാൻ്റെ അടുത്താണ് നിൽക്കുന്നത്, ഉമ്മാൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോഴോ വൈനിഖ്താറഹ ദക്കറുൻ, ഇനി ഉമ്മാനെ ആൺകുട്ടി ഉമ്മാൻ്റെ അടുത്ത് നിൽക്കാമെന്ന് പറയുകയാണെങ്കിൽ ഫ ഇന്ദഹ ലൈലൻ, രാത്രി ഉമ്മാൻ്റെ അടുത്ത് നിൽക്കട്ടെ. വ ഇന്ദഹു നഹാറൻ, പകൽ ഉപ്പാൻ്റെ അടുത്ത് നിൽക്കട്ടെ. ഇനി ഉമ്മാനെ തിരഞ്ഞെടുത്തത് പെൺകുട്ടിയാണെങ്കിലോ പറയാൻ ബാക്കിയുണ്ടല്ലോ. വൈനിഖ്താറത്ത് ഹ ഉൻസ, ഇനി ഉമ്മാൻ്റെ അടുത്ത് നിൽക്കുക എന്ന് പറയുന്നത് പെൺകുട്ടിയാണെങ്കിൽ ഫ ഇന്ദഹ അബദൻ, പിന്നെ എപ്പോഴും ഉമ്മാൻ്റെ അടുത്ത് തന്നെ നിൽക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? രാത്രിയും പകൽ വ്യത്യാസമല്ലാതെ റുഹല്ലബു അല്ലാതെ വാപ്പാക്ക് വേണമെങ്കിൽ പെൺകുട്ടീനെ വന്നിട്ട് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കാണാം. പതിവനുസരിച്ചിട്ട് കാണാം. ഇന്നിങ്ങനെ എപ്പോഴും ഇങ്ങനെ വരാനൊന്നും പറ്റില്ല, തലാക്കല്ലി അല്ലേ. വലാ യുത്ലബു ഇഹ്ലാറഹ ഇന്ദഹു, ഉമ്മാനോട് ഹാജരാക്കാൻ പറയാൻ പറ്റൂല. ഇന്ദഹു, ഉപ്പാൻ്റെ അടുത്ത് കുട്ടീനെ ഹാജരാക്കണമെന്ന് പറയാൻ പറ്റൂല. ഇനി ഈ കുട്ടി കൺഫ്യൂഷനായി, വാപ്പാനും വേണം ഉമ്മാനും വേണം എന്ന് പറയുകയാണെങ്കിലോ, സുമ്മ ഇല്ലം യഖ്തർ വാഹിദ മിൻഹുമാ, രണ്ടിൽ ഒരാളെയും പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ ഫലുമ്മു ഔല, പിന്നെ ഉമ്മയാണ് നല്ലത്. ഉമ്മാക്കാണ് സ്നേഹം ഉണ്ടാവുക, കുട്ടികളെ കൂടുതൽ പരിചരിക്കാനും അവർക്കാണ് അറിയാം. ഇനി മറ്റൊരു ചർച്ചയ്ക്ക് പോവുകയാണ്. എത്ര വയസ്സ് വരെ മുല കൊടുക്കണം എന്നുള്ളതാണ്. വലൈസ്ലി അഹദിഹിമ ഫത്മുഹു ഖബ്ല ഹൗലൈനി മിൻ ഗൈരി റിളാൽ ആഖിരി, 2 വർഷത്തിന് മുമ്പ് മുല കുടി നിർത്താൻ പറ്റില്ല. ഫത്തുമ് എന്ന് പറഞ്ഞാൽ മുല കുടി നിർത്തുക എന്നാണ്. മിൻ ഗൈരി റിളാൽ ആഖിരി, മറ്റേ ആളെ തൃപ്തിയില്ലാതെ. വാപ്പാനെ തൃപ്തിയില്ലാതെ ഉമ്മാക്ക് നിർത്താൻ പറ്റില്ല, ഉമ്മാൻ്റെ തൃപ്തിയില്ലാതെ വാപ്പാക്ക് നിർത്താൻ പറ്റില്ല. എന്നാൽ വലഹുമ ഫത്തുമുഹു ഖബ്ലഹുമ ഇല്ലം യദുറഹുമ, രണ്ടാൾക്കും കൂടെ തീരുമാനിക്കാം കുട്ടിയുടെ മുലകുടി നിർത്താമെന്ന്. ഖബ്ലഹുമ, 2 വയസ്സിന് മുമ്പ്. എപ്പോൾ ശ്രദ്ധിക്കുക, ഇല്ലം യദുറഹു, കുട്ടിക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലെങ്കിൽ. ഇനി 2 വയസ്സ് കഴിഞ്ഞാലോ, അപ്പം ഇനി വാപ്പാനും ഉമ്മാൻ്റെ സമ്മതമൊന്നും വേണ്ട, രണ്ടാൾക്കും ഇഷ്ടം പോലെ ചെയ്യാം. വലിയ ആദിഹിമ ബാദ ഹൗലൈനി,
ഒരാൾക്ക് 2 വർഷം കഴിഞ്ഞിട്ട് നിർത്താം, മറ്റാളെ സമ്മതമല്ലാതെ. ഹൗല് എന്ന് പറഞ്ഞാൽ വർഷം എന്നാണ്, സനത്ത്. 2 വർഷം കഴിഞ്ഞിട്ട് കൊടുക്കണോ? വലഹുമ സിയാദത്തു ഫി റളാഇ അലൽ ഹൗലൈനി ഹൗലാ ദററ. ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ 2 വർഷത്തേക്കാൾ അധികവും മുല കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇമാം ഹന്നാതി പറയുന്നത് നോക്കൂ, യുസന്നു ആദമുഹ, ആവശ്യമൊന്നുമില്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ മുലകുടി നിർത്തുന്നതാണ് നല്ലത്. സിയാദത്ത് ഇല്ലാതിരിക്കുന്നതാണ് സുന്നത്ത്. അദമുഹ പറഞ്ഞാൽ സിയാദത്ത് ഇല്ലാതിരിക്കുക, 2 വർഷത്തേക്കാൾ. അത് കഴിഞ്ഞു. ഇനി അടിമയുടെ ഉടമസ്ഥനാകുന്ന യജമാനനും തമ്മിലുള്ള ബാധ്യത. അടിമക്ക് ചെലവ് കൊടുക്കണം. വൈജിബു അല മാലിക്കിൻ കിഫായത്തു റഖീഖിഹി, അടിമക്ക് മതിയാകുന്ന ഭക്ഷണം, വസ്ത്രം, സൗകര്യങ്ങൾക്ക് ചെയ്തു കൊടുക്കൽ ഉടമസ്ഥന് നിർബന്ധമാണ്. പക്ഷേ ഇല്ല മുക്കാത്തബൻ, അടിമ കരാറിലെ സ്വതന്ത്ര കരാറിൽ എഴുതിയ അടിമയാണെങ്കിൽ ഒഴികെ. വലോ വനിജൻ ഔ അക്കൂലൻ, ഇഷ്ടംപോലെ പൈസ ഉണ്ട് അല്ലെങ്കിൽ ഭയങ്കര തീറ്റക്കാരനാണ്, എന്നാൽ പോലും കൊടുക്കണം. എത്രയാണ് കൊടുക്കേണ്ടത്? മാലിക്കിന് നിർബന്ധമാണ് കിഫായത്ത് റഖീഖ്, അടിമക്ക് മതിയായത്. നഫക്കത്തൻ, ചെലവും, കിസ്വത്തൻ, വസ്ത്രവും. ഏത് ഭക്ഷണം വസ്ത്ര? മിൻ ജിൻസിൽ മുഅ്താദിൽ മിസ്ലിഹി മിൻ അരിഖാഇൽ ബലദി. അരിഖാ എന്ന് പറഞ്ഞാൽ അടിമകൾ. നാട്ടിലെ അടിമകളിൽ നിന്ന് അവനെപ്പോലെയുള്ള അടിമകൾക്ക് സാധാരണ പതിവുള്ളത് എന്താണോ ആ ഇനത്തിൽപ്പെട്ട. ജിൻസ് എന്ന ഇനം, മുഅ്താദ് സാധാരണ. വലാകിബി സാത്രൽ ഔറത്തി, ഔറത്ത് മറക്കാനുള്ളത് മാത്രം പോരാ. പഴയ കാലത്തെ അടിമകളൊക്കെ ഔറത്ത് മറക്കാനുള്ള വസ്ത്രമേ കൊടുക്കുകയുള്ളൂ. അതിലമിതാത്ത ബിഹി, ഔറത്ത് മറക്കാനുള്ളത് കൊണ്ട് മാത്രം ധരിച്ചുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ പോലും. യതഅദ്ദ എന്ന് പറഞ്ഞാൽ അത, ബുദ്ധിമുട്ടൊന്നും വരുന്നില്ലെങ്കിൽ പോലും ഔറത്ത് മറക്കാനുള്ളത് മാത്രം പോരാ. ഞാൻ പക്ഷേ ഇനി ഉഅ്തീദ, അടിമകൾക്ക് ഔറത്ത് മറക്കാനാണ് മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ളതും അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കാണെങ്കിൽ മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ളതും മാത്രമേ പതിവുള്ളൂ എങ്കിൽ ഓരോ ബിലാദിൻ അറേബ്യൻ രാജ്യത്താണെങ്കിൽ പോലും അല്ല ഉജഹി പ്രബലമായ പ്രായത്തിൽ കഫ മതിയാകും, പതിവുണ്ടെങ്കിൽ. ഉഅ്തീദ ആദത്തിന് ഇതിനകത്ത് തഹഖീറായിരുന്നു, അവിടെ നിസ്സാരാക്കണ പ്രശ്നമില്ലല്ലോ. അടിമ എന്ന രീതിയിൽ നിസ്സാരാക്കരുത് എന്നാണ് നമ്മളെ വിഷയം. അവർ മനുഷ്യന്മാരാണ്. ഇത് മാത്രം കൊടുത്താൽ പോരാ. വാല സയ്യിദി സമനു ദവാഇഹി വഉജറത്തു തബീബി ഇന്ദൽ ഹാജത്തി, മരുന്നിൻ്റെ പൈസ കൊടുക്കണം, ഡോക്ടറെ കൂലി കൊടുക്കണം ഇന്ദൽ ഹാജത്തി, ആവശ്യമാകുമ്പോൾ. അടിമ അധ്വാനിക്കുന്ന പൈസ, ശമ്പളം, കൂലി ഇതാർക്കാണ് യഥാർത്ഥത്തിൽ? യജമാനനാണ്. വകസ്ബുർ റഖീഖി സയ്യിദി, അടിമ റഖീഖർ ആബദ്, ആണും പെണ്ണൊക്കെ പെട്ടു. അവൻ്റെ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഈ സയ്യിദിഹി, അവൻ്റെ യജമാനനാണ്. യുംഫിഖുഹു മിൻഹു ഇൻഷാ, ആ യജമാനൻ അതിൽ നിന്ന് ആവശ്യമുണ്ടെങ്കിൽ ചിലവാക്കാം, അവന് വിചാരിക്കുന്നുണ്ടെങ്കിൽ. ഏതായാലും വെസ്ഖുത്ത് താലിക്കുമ്പോൾ സമയം കഴിഞ്ഞാൽ പിന്നെ ചിലവ് കടായിട്ട് വരില്ല, ആ ചിലവ് ഒഴിവായി പോകുന്നതാണ്. ഭാര്യയ്ക്ക് കൊടുക്കുന്നത് കടായിട്ട് വരും. വെസ്ഖുത്ത് താലിക്ക, അടിമക്ക് കൊടുക്കേണ്ട ചിലവുകളുടെ ബാധ്യതയെല്ലാം ഇല്ലാതെയാകും ബിമുദി സമാനി, സമയം കഴിഞ്ഞാൽ. ഇതുപോലെയൊക്കെ നഫഖത്തുൽ ഖരീബി, വാപ്പ ഉമ്മ മക്കൾക്ക് കൊടുക്കുന്ന ചിലവിൻ്റെ കാര്യം പോലെ തന്നെ. അടിമനെ നിസ്സാരാക്കരുത്, തഹ്ഖീർ ചെയ്യരുത് എന്ന് പറഞ്ഞല്ലോ. തഹ്ഖീർ എന്നാണ് നിസ്സാരമാക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ആസ്വദിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങളും എല്ലാം അവർക്ക് കൊടുക്കണം. ഭക്ഷിപ്പിക്കാൻ വേണ്ടി കൂടെ ഇരുത്തും വേണം. സാധിക്കാത്ത രീതിയിലുള്ള ജോലി എടുപ്പിക്കാൻ പാടില്ല. അത് മൃഗങ്ങളെ കൊണ്ട് എടുപ്പിക്കാൻ പാടില്ല, അടിമകളെ കൊണ്ട് എടുപ്പിക്കാൻ പാടില്ല. ഓനിഷ്ടമാണെങ്കിൽ പോലും ചെയ്യാൻ പാടില്ല, ഹറാമാണ്. കാരണം സ്വന്തം ശരീരത്തെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അതിപ്പോൾ യജമാനൻ അതിന് അനുവദിച്ചു കൊടുക്കാനും പാടില്ല. നമ്മളെ ഇടങ്ങാറാക്കുന്ന രീതിയിൽ പണിയെടുക്കാൻ പാടില്ല എന്നാ. അത് അടിമൻ്റെ കാര്യത്തിനും പാടില്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മസാലയാണ്. അപ്പോൾ അടിമനെ കൊണ്ട് കഴിയാത്ത പണി എടുപ്പിക്കുന്ന ഒരു വിഷയം വന്നാൽ അടിമ കോടതി പോകണമെന്നാ. കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ കോടതി ഇടപെട്ടിട്ട് ഈ അടിമനെ വിൽക്കും. വിൽക്കലേ മാറുകയുള്ളൂ എങ്കിൽ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ അടിമനെ വാടക കൊടുക്കും. പിന്നെ കൂടുതൽ പണിയെടുക്കേണ്ടി വരില്ലല്ലോ. അടിമനെ വാറാക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, വാടക കണ്ടിട്ട് സാധാരണ പണി മാത്രം എടുപ്പിക്കുക. ഇത് പൊതുവായിട്ടിട്ട് ഏതെങ്കിലുമൊക്കെ സമയത്ത് ഇപ്പം ഇടങ്ങാറായ പണിയെടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാണ്. അപ്പോൾ വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമത്തിന് സമയം കൊടുക്കണം.
ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയുമായിട്ട് കഴിയാനുള്ള ഇസ്തിംതാനുള്ള സമയം കൊടുക്കണം. അതേ സമയത്ത് നമ്മൾ നോമ്പ് വെൽക്കണ്ട എന്നൊക്കെ പറയാം, സുന്നത്ത് നോമ്പ് വെൽക്കണ്ട, സുന്നത്ത് നിസ്കാരം വേണ്ട എന്നൊക്കെ പറയാം. നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അനുവാദം കൊടുക്കും വേണം. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ അറബി നമ്മൾ പറയാം അല്ലേ. വയുസന്ന യുനാവിലഹു, അടിമക്ക് യജമാനൻ കൊടുക്കൽ നിർബന്ധമാണ്. നാവലാണ് കൊടുക്കുക. മിമ്മ യത്തന അമുബിഹി, ആസ്വദിക്കാവുന്ന സുഖിക്കാവുന്ന കാര്യങ്ങളൊക്കെ. മിൻ താമീൻ ഭക്ഷണം, ഉദുമ് കൂട്ടാനുകൾ, കിസ്വത്ത് വസ്ത്രം. തനഅമെന്ന് സുഖിച്ചു ആസ്വദിച്ചു എന്നുള്ളതാണ്. കഞ്ഞി തന്നെ ആക്കേണ്ട, എല്ലാ ദിവസവും ബിരിയാണിയും കൊടുക്കണം, ഇറച്ചി മീനൊക്കെ വാങ്ങിക്കൊടുക്കണം. വല്ലൊരു ഉത്തമ ഇജ്ലാസുഹു മാഹു, അടിമന അവൻ്റെ കൂടെ തന്നെ ഇരുത്തലാണ് ലക്കിൽ ഭക്ഷിക്കാൻ വേണ്ടി, കൂടെ ഇരുത്തി ഭക്ഷിക്കാൻ വേണ്ടത്. തൊഴുത്തിൽ ഭക്ഷണം കൊടുക്കുന്ന രീതിയൊക്കെയാണ് പഴയ കാലത്തുണ്ടായിരുന്നത്. വലാജുദ് നിക്കല്ലിഫഹു, അടിമനെ കൊണ്ട് നിർബന്ധിക്കാൻ പറ്റില്ല. കല്ലഫാന നിർബന്ധിക്കുക. കദ്ദവാബി, മൃഗങ്ങളെ പോലെ തന്നെ എന്ത് പാടില്ല. അലദവാമി, നിത്യമായിട്ട് പതിവായിട്ട് നിർബന്ധിക്കാൻ പാടില്ല. അമലല്ല യുത്തീഖ് ബിഹി, സാധിക്കാത്ത പണി. ലാ അതാഖ എന്നാണ് സാധിച്ചു. ലാ യുത്തീഖ് ബിഹി അലൈഹി, അവന് സാധിക്കാത്ത പണിയൊന്നും എടുപ്പിക്കാൻ പാടില്ല, ഹറാമാണ്. വൈൻ റളിയ, അവൻ തൃപ്തിപ്പെട്ടാൽ പോലും. എന്തുകൊണ്ട്? ഇത് യഹ്റുമു അലൈഹി, കാരണം ഒരാൾക്ക് നിർബന്ധമാണ്. ഇളറാറു നഫ്സിഹി, സ്വന്തം ശരീരത്തെ ബുദ്ധിമുട്ടിക്കൽ ഒരാൾക്ക് ഹറാമല്ലേ, അത് അടിമക്ക് ഹറാം തന്നെയല്ലേ, അപ്പോൾ പണിയെടുപ്പിക്കാനും പാടില്ലല്ലോ. ഫൈൻ അബ സയ്യിദു ഇല്ലാതാലിക്ക്, അപ്പോൾ യജമാനൻ വാശി പിടിക്കുകയാണ്. അബ സയ്യിദു, യജമാനൻ വാശി പിടിക്കുകയാണ്. ഇല്ലാതാലിക്ക, അധ്വാനമുള്ള പണി ചെയ്യിപ്പിക്കുക എന്ന രീതിയിലല്ലാതെ അയാൾ തയ്യാറല്ലെങ്കിൽ ബി അലൈഹി, അപ്പോൾ ഈ അടിമനെ വിൽക്കപ്പെടും. കോടതി ഇടപെട്ടിട്ട് എന്താവും, അയാൾക്കെതിരെ വിൽക്കപ്പെടും എന്ന് പറഞ്ഞാൽ നിർബന്ധപൂർവ്വം യജമാനൻ്റെ സമ്മതമല്ലാതെ വിൽക്കപ്പെടും. അതായത് വിൽക്കുക എന്ന് പറഞ്ഞാൽ അതായത് ഇൻ തായ്യന ത്വരീഖൻ, വിൽപ്പന മാത്രമായി ഒരു വഴിയായിട്ട് നിർണിതമാവുകയാണെങ്കിൽ, വിൽക്കുക മാത്രമേ വഴിയുള്ളൂ എങ്കിൽ തായ്യനാന നിർണയമാവുക. വയില്ല, മറ്റു മാർഗം ഉണ്ടെങ്കിൽ ഊജിറാലി, അവനക്കെതിരെ യജമാനനെ ഒഴിവാക്കി തള്ളി അവനെ വാടക കൊടുക്കാം. അരദ്ദവാമി എന്ന് പറഞ്ഞു, എപ്പോഴും പണിയെടുപ്പിക്കരുത്. അമ്മാഫി ബാദൽ വക്കാത്തി, ചില സമയത്തൊക്കെ ഫേജൂസൻ യുക്കല്ലിഫഹു അമലൻ ഷാഖന്, ബുദ്ധിമുട്ടുള്ള പണിയെടുപ്പിക്കൽ അനുവദനീയമാണ്. വയുത്തുബാവുൽ ആദത്ത, നിർബന്ധമായിട്ടും യജമാനൻ പതിവ് രീതികൾ പിന്തുടരേണ്ടതാണ്. ഫി റാഹത്തിഹി, അടിമക്ക് വിശ്രമം കൊടുക്കുന്നതിലും. അറാഹ യുരീഹു ഇറാഹത്തൻ വഖ്തൽ ഖൈലുലത്തി, പകലുറക്കത്തിൻ്റെ സമയത്ത്, പകലുറക്കല്ലേ അതിനാണ് പറയാം ഖൈലൂലത്ത്. വല്ലിസ്തിംതായി, ഭാര്യയുമായിട്ടുള്ള കേളികളിലും. വലുഹു, യജമാനൻ പറ്റും കേട്ടോ. മനുഹു, അടിമനെ തടയാം. മിൻ നഫിലി സൗമിൻ വസ്വലാത്തിന്, സുന്നത്ത് നോമ്പ് സുന്നത്ത് നിസ്കാരമൊക്കെ തടയാം. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മൃഗങ്ങളെ നോക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് മസല ബാക്കിയുണ്ട്, അത് നമുക്ക് അടുത്ത പാഠത്തിൽ പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മളെ സ്വാലിഹീങ്ങളെ ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹു ഈമാനോടുകൂടിയുള്ള മരണം പ്രദാനം ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി.